Hyderabadi chicken curry എന്നാണ് ഇതിന്റെ ഈ ഡിഷിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈദരാബാദ് ചിക്കൻ കറി നിങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ കാലിക്കറ്റ് സ്പെഷ്യൽ ഹൈദരാബാദ് ചിക്കൻ കറി എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു കൂട്ടാണ്. അപ്പോൾ അതിന്റെ ഷെഫിനെ നമുക്ക് പരിചയപ്പെടാം. ഷെഫിന്റെ പേര് വാഹിദ്. വാഹിദാണ് നമുക്ക് ഈ ഡിഷ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ വാഹിദ് നമുക്ക് കുക്കിങ്ങിലേക്ക് എടുക്കാം. ഓക്കെ, 4 കിലോ ചിക്കൻ. അപ്പോൾ നമ്മൾ നന്നായി ഫ്രഷ് ആയിട്ട് കഴിക്കുക. ചിക്കനിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം? 3 ലിറ്റർ. ലിറ്ററാണ് കൂടി പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലിറ്റർ എന്ന് പറയുന്നത് കൂടി ഉദ്ദേശിക്കുന്നത് 3 ഫുൾ കയ്യിലിരുന്ന നമുക്ക് കാണിക്കാം. ഈ തരത്തിലുള്ള ജഗ്ഗിലുള്ള വെള്ളത്തിന് 2 കപ്പും 2 ഹാഫും അഥവാ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടിരിക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ ഒഴിക്കുകയാണ്. ഇത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടിട്ടില്ല. ഇനി നമ്മൾ അതിലേക്ക് കല്ലുപ്പാണ് നമ്മൾ ആദ്യം ഇടുന്നത്. അതിലേക്ക് ജസ്റ്റ് വെറുതെ കല്ലുപ്പ് നമ്മൾ അതിലേക്ക് ഇടുവാണ്. ഇടയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ട് ഡിഷ് കൂട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. സവാള, പച്ചമുളക്, മല്ലിച്ചപ്പ്, പിന്നെ തക്കാളി. ഇത് 3 കൂടി നമ്മൾ എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ച ശേഷം നമ്മൾ അരച്ച പേസ്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ, അത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വേറൊരു കൂട്ടെന്ന് പറഞ്ഞതിലേക്ക് പച്ചമുളകും മല്ലിയിലും കൂടി പച്ചമുളകും നമ്മൾ വെറുതെ റോ ആയിട്ട് നമ്മൾ ചുമ്മാ അരച്ചെടുത്ത സാധനം നമ്മൾ ഡയറക്റ്റ്ലി അതിലേക്ക് കൊടുക്കും. പച്ചമുളകും മല്ലിയിലും മാത്രമാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ കൂട്ട് ഞാൻ മല്ലിയിലാണ് നമ്മുടെ ഹൈദരാബാദ് സ്പെഷ്യൽ ഫുഡുകൾ കൂടുതൽ നിൽക്കുന്ന സംഭവം. അപ്പം ഇനി കാലിക്കറ്റിൻ്റെ സ്പെഷ്യൽ ഫുഡിൻ്റെ ഒരു രുചി കൂട്ടിലേക്ക് കടക്കും. നമ്മളത് ചുമ്മാ മല്ലിയിലാണ് നമ്മളിതിൽ കൂടുതലായിട്ട് കിടക്കുന്ന ഒരു സംഭവം. മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. കാരണം 4 കിലോ ചിക്കനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അളവ് നമ്മൾ കുടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് നല്ലോണം മല്ലിയെ മല്ലിപ്പൊടി നമുക്ക് ചേർക്കും. അതിനുശേഷം വീണ്ടും നമ്മളത് ഇളക്കി കൊടുക്കുന്നു. ശേഷം ഇതൊരു വേവ് ആവശ്യമാണ്, അറിയാലോ. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് അല്ലെ 50 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേവിന് ശേഷം ബാക്കിയിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇത് തയ്യാറായി കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താണ്? അടുത്ത് നമ്മൾ എന്താണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്? എന്താണ്
ഇത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അണ്ടിപ്പരിപ്പും പാലും, നമ്മുടെ തേങ്ങാപ്പാലല്ല, സാധാരണ പാലും അണ്ടിപ്പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ട്, പിന്നെ ഇതിൽ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇല്ല, ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് നമ്മളിലേക്ക് ചേർക്കും അല്ലേ. ഡയറക്റ്റ്ലി നമ്മളത് ചേർത്തോളും, വെള്ളമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാലും അണ്ടിപ്പരിപ്പും കുറച്ച് മഞ്ഞളും മാത്രം. കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നുണ്ടാവും. അപ്പോൾ ഈ സംഭവം നമ്മളതിൽ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഹൈദരാബാദ് സ്പെഷ്യലാണ്. ഇത് തിളച്ച് വരുന്നുണ്ട്. ഓൾറെഡി ഒരു 15 മിനിറ്റ് നമ്മൾ തിളച്ചിട്ടുണ്ടാകും. അതിന് ശേഷം പിന്നെ തിളച്ചു നമ്മളതിലേക്ക് കസ്തൂരി മേത്തി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കും. നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തനതായ വെളിച്ചെണ്ണ. ഓക്കെ, വെളിച്ചെണ്ണ നമ്മൾ എത്രയാണ് നമ്മൾ ഒഴിക്കുന്നത് അത് ഒരു കണക്ക് പറയുകയാണെങ്കിൽ കാണുന്ന പോലെ കറിവേപ്പില, കറി ലീഫ് നമ്മളത് എങ്ങനെയാണ്. ഓക്കെ, നമ്മളതിൽ കുറച്ചെടുത്ത് നമ്മളതിൽ മുകളിൽ ഇങ്ങനെ തുണിക്കും. കുറച്ചേ ഉള്ളൂ, കുറച്ചേ